മോളി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ്. ഫിഷ് മോളിക്ക് വേണ്ടുന്ന മീനാണ്. ഇത് വിളമീനാണ്. ഇത് നേരത്തെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ പൊടി, വിനാഗിരി ഒഴിച്ച് പുരട്ടി വെച്ചതാണ്. ഇത് ഒരു 2-3 മണിക്കൂർ പുരട്ടിയിരിക്കണം. ഒരു ചെറിയ സവോള, 5 പച്ചമുളക്, നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് 5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചി, മഞ്ഞൾ പൊടി, അല്ല 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടി, ഉലുവാപ്പൊടി, വിനാഗിരി, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, വെളിച്ചെണ്ണയാണ് മീനിന് എപ്പോഴും വേണ്ടിയത്. ചട്ടി ചൂടായി, ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. ഒത്തിരി ഒന്നും മീൻ മൂക്കണ്ട, കറിക്കകത്തിട്ട് വേകുന്നതാണ്. അപ്പം പൊടിയാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ചെറുതായിട്ട് കൂട്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മീൻ കോരിയെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറുത്ത എണ്ണ എടുത്ത് ഒഴിക്കാം. അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അത് ഒഴിക്കുന്നത്. ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, സവാള ഇടാം, പച്ചമുളക്, പിന്നെ മഞ്ഞൾ പൊടി ഇടാം. ഈ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇടാൻ. ഞാൻ എല്ലാ പൊടിയും കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. അല്ലാതെ ഓരോന്നിട്ട് വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. ഈ പൊടി നല്ലപോലെ പച്ചമണം മാറി കഴിയുമ്പം വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. നമുക്ക് ഇനി 2-ാം പാൽ ഒഴിക്കാം. ഇച്ചിരി ഉപ്പിടാം. മീനിന് ഉപ്പിട്ടതാണ്, അതുകൊണ്ട് കുറച്ചേ ഇടാവുള്ളൂ. ഇത് അരപ്പിനുള്ള ഉപ്പാണ്. നല്ലപോലെ തിളച്ചതുണ്ട്. നമുക്കിനി വിനാഗിരി ഒഴിക്കാം. ഇങ്ങനത്തെ കറി വെക്കുമ്പോൾ ഇച്ചിരി കുഴിഞ്ഞ ചട്ടിയല്ല വേണ്ടിയത്. ഇച്ചിരി നിരത്തി ഇടാൻ പറ്റുന്ന വിസ്താരമുള്ള പാത്രം വേണം. കുഴിഞ്ഞതാണ്, ഇത് പൊടിഞ്ഞു പോകും. തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് വേകട്ടെ. നമുക്ക് അടച്ചു വെക്കാം. കറി ഒരു വിധം ആയിട്ടുണ്ട്. ഇനി 1-ാം പാൽ കൂടെ ഒഴിച്ച്, ഇത് കുറുകിയ 1-ാം പാലായിരിക്കണേ. കറിക്ക് ടേസ്റ്റ് വരുന്നത് തേങ്ങാപ്പാലിലും വെളിച്ചെണ്ണയിലും ഒക്കെയാണ്. ഫിഷ് മോൾ റെഡിയായി. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് അധികം തിളക്കിയൊന്നും വേണ്ട. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചൂട് കൊണ്ട് പറ്റിക്കും. ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം.